പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം തൊഴുതാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഹൈന്ദവ ഭക്തരിൽ ബഹുഭൂരിപക്ഷം പേരും ഒരു വട്ടമെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലെ നിർമ്മാല്യം തൊഴുതിയിട്ടുണ്ടാവും. നിത്യേന ക്ഷേത്രങ്ങളിൽ പോയി നിർമ്മാല്യം തൊഴുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും നിർമ്മാല്യം എന്ന് പറഞ്ഞാൽ അതീവ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. തലേ ദിവസത്തെ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ശാന്തിക്കാരൻ വന്ന് മന്ത്ര അകമ്പടികളോടുകൂടി നട തുറന്ന് ആദ്യമായിട്ട് ബിംബത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദർശനമുണ്ട്. ഈ ആടകളും അതിലെ പൂക്കളും ആഭരണങ്ങളും വസ്ത്രവും എല്ലാം മാറ്റി നിർമ്മലത്വത്തോടുകൂടി നമുക്ക് ആ ദർശനം തരുന്നു. ഈ തലേ ദിവസം ക്ഷേത്രത്തിൽ ശാന്തിക്കാരൻ നടയടച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ദേവതകൾ വന്ന് ഈ വിഗ്രഹത്തെ പൂജിക്കും എന്നാണ് സങ്കല്പം. അങ്ങനെ ദേവതകൾ പൂജിച്ച ആ വിഗ്രഹത്തെ അത്ര ഭയങ്കരമായ ചൈതന്യം ആ ദിവസം ആ രാവിലെ കാണുന്ന ആ മുഹൂർത്തത്തിൽ കാണുന്ന നിർമ്മാല്യം തൊഴുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ദിവസത്തിലെ ഏറ്റവും മൂർത്തമായിട്ടുള്ള പവറായിട്ടാണ് പറയുന്നത്. കാര്യം ഇത്രയും നേരത്തെ ക്ഷേത്രം ഇങ്ങനെ അടഞ്ഞു കിടന്നു, അതിനുശേഷം തുറക്കുമ്പോൾ ഈ ദേവതകൾ മറ്റു ദേവതകളും കൂടെ വന്നിരുന്ന് പരിപാലകരായിട്ടിരുന്ന് പൂജിച്ചതിൻ്റെ ആ എനർജിയും കൂടെ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാല്യം തൊഴുന്ന ഓരോ ഭക്തനും ആ ചൈതന്യത്തിൻ്റെ അപൂർണ അളവിൽ ഉള്ള ഊർജം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭക്തരെല്ലാം തന്നെ നിർമ്മാല്യ ദർശനം തൊഴാൻ പോകുന്നത്. എല്ലായ്പ്പോഴും ആ ചൈതന്യം അവിടെ ഉണ്ട്, എങ്കിലും അതിൻ്റെ ഏറ്റവും തീവ്രമായ തലത്തിലേക്ക് ഊർജം പ്രവഹിക്കുന്ന ഒരു സമയമായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതകൾ, ചില ഗുണങ്ങൾ, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രമഠം. അപ്പം ശിവക്ഷേത്രത്തിൽ നമ്മൾ നിർമ്മാല്യം തൊഴുമ്പോഴുള്ള ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞാൽ പാപശുദ്ധി എന്ന് പറയും. നമ്മൾ മനുഷ്യർ പല വിധത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരാണ്. അത് നമ്മളൊരു മൃഗത്തെ അറിഞ്ഞോ അറിയാതെ ഉപദ്രവിക്കുക, ഒരു ഉറുമ്പിനെ കൊല്ലുക, കൊതുകിനെ കൊല്ലുക, അങ്ങനെ വിവിധങ്ങളായ പാപകർമ്മങ്ങൾ നമുക്ക് ഉണ്ടാവും. ഈ പാപങ്ങളുടെ ശമനത്തിന് വേണ്ടിയിട്ട് രാവിലത്തെ ഈ നിർമ്മാല്യ ദർശനം ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ആയുർബലമാണ്. ശിവൻ കാലനെ നിഗ്രഹിച്ച കാലകാലനായ മഹാദേവനാണ്. ഭഗവാന്റെ തിരുസവിധത്തിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ, നിർമ്മാല്യം തൊഴുതു നിൽക്കുമ്പോൾ നമ്മുടെ ആയുർദോഷങ്ങളെ ഭഗവാൻ തൃക്കരത്താൽ എടുത്തു മാറ്റുന്നു എന്നാണ് പറയുന്നത്. ജാതകപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നെള്ളിച്ച് നിൽക്കുന്നവരൊക്കെ അവരുടെ ദശാസന്ധി കാലഘട്ടങ്ങളിലൊക്കെ നിർമ്മാല്യം എല്ലാ ദിവസവും തൊഴുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭഗവാന് വിശേഷാലുള്ള ദിവസങ്ങളിലെങ്കിലും പോയി തൊഴുക. അത് വളരെ പുണ്യകരമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രോഗശമനമാണ്. വൈദ്യനാഥനായ ഭഗവാൻ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം തരുമെന്നുള്ളതാണ്. മരുന്ന് പാതി മന്ത്രം പാതി എന്നാണല്ലോ. നമ്മൾ മരുന്നുകൾ കഴിക്കുക, അതിന് കൃത്യമായ ഔഷധ സേവയാണ് രോഗങ്ങൾക്ക്. ഈ ഔഷധങ്ങളും ഭഗവാൻ തന്നെയാണ് നമുക്ക് തരുന്നത്. ഇതിനോടൊപ്പം മന്ത്രസിദ്ധിയും വേണമെന്നുള്ളതാണ്. അതായത് ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക, അല്ലെങ്കിൽ ഭഗവാനെ നിത്യം സ്മരിക്കുക തുടങ്ങിയൊക്കെ വേണം. രോഗകാലയളവിലൊക്കെ നമ്മൾ നിർമ്മാല്യം തൊഴുന്നത് ഈ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധത്തിൻ്റെ വീര്യം കൂട്ടാനും ഗുണകരമാണ്. അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല എന്നും രാവിലെ നിങ്ങൾക്ക് ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒക്കെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കർമ്മബന്ധങ്ങളിലെ ഇളവെന്നാണ്. മനുഷ്യർ പലപ്പോഴും പലതരത്തിലുള്ള കർമ്മബന്ധങ്ങളിൽ പെട്ട് ഉഴറുന്നവരാണ്. പൂർവജന്മാർജിതമായിട്ടുള്ള ചില പാപങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചു കൊണ്ട് പോരുകയാണ്. അപ്പോൾ ആ കർമ്മം ഇങ്ങനെ ഒരു പാശം കയറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ജന്മബന്ധക്കെട്ടുകളൊക്കെ അറുക്കാൻ വേണ്ടിയിട്ട് ഈ നിർമ്മാല്യ ദർശന സമയത്തുണ്ടാകുന്ന പുണ്യകരമായിട്ടുള്ള ഊർജം കൊണ്ട് സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗൃഹദോഷങ്ങളെ ശമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റിവിറ്റികളൊക്കെ ഉണ്ടാവും. ഈ നെഗറ്റീവ് വീട്ടിൽ മാത്രമല്ല, അവിടെ കഴിയുന്നവരെല്ലാം കൂടെ ഇത് ആഗിരണം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ നിർമ്മാല്യ പോയി തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ
ശരീരശുദ്ധി, മനഃശുദ്ധി ഇവയെല്ലാം പ്രാപ്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തിനും കുറവ് വരും. അത് നമുക്കുണ്ടാക്കിയ പ്രേരണാശക്തികളുടെ അളവിൽ കുറവുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിന് ഗുണപ്രദമായിട്ട് വരും. ഇനി ഗ്രഹപീഡകൾ ഒഴിയും എന്നുള്ളതാണ്. നമ്മുടെ നക്ഷത്രത്തിൻ്റെയോ ജാതകനിലയുടെയൊക്കെ പ്രശ്നം കൊണ്ട് ഗ്രഹങ്ങളുടെ പീഡക സ്വഭാവം ചിലർക്ക് കൂടിയിരിക്കും. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ ഗ്രഹപീഡകളെ തീർക്കുന്ന മഹാദേവനാണ്. ഭഗവാന്റെ ദർശനം, ശിവക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനത്തിലൂടെ ഗ്രഹപരമായിട്ടുള്ള പീഡകളും ഒഴിഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ശനിദോഷം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, 21 നിർമ്മാല്യമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് തൊഴാമെങ്കിൽ വളരെ ഗുണകരമാണ്. അല്ലെങ്കിൽ പ്രദോഷങ്ങളിലെ നിർമ്മാല്യമെങ്കിലും നിങ്ങൾ തൊഴു, അത് വളരെ ഗുണകരമാണ് എന്ന് പറയാറുണ്ട്. പിന്നെ സാധനാസിദ്ധി എന്നുള്ളതാണ്. ചില ഭക്തർക്ക് അവർക്ക് ഭക്തി ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ഈശ്വരാധീനം പക്ഷേ കുറഞ്ഞിരിക്കും. കാര്യം നമ്മുടെ ശരീരത്തിൽ സാധനാശുദ്ധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ആണെങ്കിലും ഇവരുടെ ചക്രകൾ അത്ര ആക്ടിവേറ്റ് ആയിരിക്കില്ല, എല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ശിവക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് നിർമ്മാല്യ ദർശനം കണ്ട് തൊഴുന്ന ഒരാൾക്ക് ഈ ചക്രകളുടെ ശുദ്ധി, പ്രാണശുദ്ധി കൂടി വരും. അത് ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വളരെ ഗുണകരമായി മാറും. ഇനി ആത്മീയ ബോധം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ സമയത്ത് ആ പുലരിയുടെ ഒരു പ്രസരിപ്പുണ്ടല്ലോ, സൂര്യോദയത്തിന് മുമ്പായിരിക്കും ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നിർമ്മാല്യം. ഈ സമയത്ത് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന ആ പ്രഭയിൽ കുളിച്ചിരിക്കുന്ന ദേവാലയത്തിൽ ആ വിഗ്രഹത്തിലെ എണ്ണയാടുന്നതും മറ്റുമൊക്കെ നമ്മളിങ്ങനെ കണ്ടു നിൽക്കുമ്പം, ആ നിർമ്മാല്യം കണ്ട് തൊഴുമ്പം നമ്മുടെ ഉള്ളിൽ ആന്തരികമായ വിശുദ്ധി ഇങ്ങനെ ഉണർന്നു വരികയാണ്. അത് നമ്മുടെ അഹം, അതായത് അഹങ്കാരത്തെ എല്ലാം ഇല്ലാതാക്കി കളയുന്നു. ഞാനെന്ന ഭാവത്തെ വേരോടെ പിഴുതെറിയുന്നു. നമ്മളിൽ വിനയവും സ്വത്വബോധവും സത്വബോധവും ഉണരുന്നു എന്നുള്ളതാണ്. അതോടുകൂടി നമ്മൾ ആത്മീയമായ പൂർണ്ണമായ ഉയർച്ചയിലേക്ക് വന്നു ചേരുകയും ഈ സുഖദുഃഖങ്ങളെ സമ്മിശ്രമായ രീതിയിൽ കാണാനുള്ള ഒരു പ്രാപ്തി നമ്മിലേക്ക് കൈവരികയും ചെയ്യുന്നതാണ്. ഇനി അടുത്തത് മോക്ഷചിന്ത ഉണരുന്നു എന്നുള്ളതാണ്. ഈ മോക്ഷം എന്നത് പരമമായ ഒരു സമർപ്പിക്കലാണ്. മരിച്ചു പോയാൽ മാത്രമല്ല ഒരാൾക്ക് മോക്ഷം കിട്ടുക. അയാൾ ജീവിച്ചിരിക്കുമ്പം തന്നെ ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കെ തന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഭക്തിയുടെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഈ നിർമ്മാല്യ ദർശനം കൊണ്ട് തന്നെ ഇവരുടെ കാലശേഷം ഇവർ ഭഗവത് പാദങ്ങളിലേക്ക് അലിഞ്ഞമരുകയാണ്, ഭഗവാനായി തന്നെ ഇവർ തീരുകയാണ്. അപ്പോൾ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചിലർ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ജോലി കിട്ടണം, എനിക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയാണ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മാല്യ ദർശനം നടത്തുന്നത്. തെറ്റായിട്ട് പറയല്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ മികച്ചതായ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്കുണ്ടാകുന്നത് ഏറെ ഉചിതമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടെ, ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ. ശംഭോ മഹാദേവ.